വേഴ്സറ്റൈൽ. എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം വാവ്, versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. നിർമ്മാണം പൂർത്തിയാക്കിയ മംഗലാംകുന്ന് കാട്ടുകുളം താനിക്കുന്ന് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണം പൂർത്തിയാക്കിയ മംഗലാംകുന്ന് കാട്ടുകുളം താനിക്കുന്ന് റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. K പ്രേംകുമാർ MLA അധ്യക്ഷനായി. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ C രാജിക, P ജയശ്രീ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സൈദാലവി, K ജയദേവൻ, ഗിരീഷ് S, സജി, മനോജ് എന്നിവർ സംസാരിച്ചു. 3 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചിട്ടുള്ളത്. ബജറ്റ് ഫണ്ട് ഉപയോഗപ്പെടുത്തി നല്ലൊരു റോഡ് നിർമ്മിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത 2.25 ലക്ഷം കിലോമീറ്റർ റോഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. ടാർ ചെയ്ത റോഡുകൾ. ഗ്രാമീണ റോഡുകളിലൊക്കെ തന്നെ ടാർ ചെയ്ത റോഡുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഗ്രാമങ്ങളിലെ റോഡുകൾ ഇത്രയധികം റോഡായി നിൽക്കുന്നത് കേരളത്തിൽ. മറ്റു സംസ്ഥാനങ്ങളിൽ ഭൂമി ഒരുപാടുണ്ട്, ജനസാന്ദ്രത കേരളത്തിന്റെ അത്രയില്ല. കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ മധ്യപ്രദേശിലോ മഹാരാഷ്ട്രയിലോ ഉള്ളതുപോലെ നല്ല വീതിയുള്ള റോഡ് കേരളത്തിൽ ഉണ്ടാക്കുക അത്ര എളുപ്പമല്ല. കാരണം നമുക്ക് ഭൂമി കിട്ടാനില്ല. വീടുകൾ, കെട്ടിടങ്ങൾ ഒക്കെയായി നമ്മുടെ സംസ്ഥാനത്ത് ഉള്ള ഭൂമിയിലാണെങ്കിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയും ജനസാന്ദ്രത വളരെ അധികമാണ് കേരളം.